നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വനിതകൾക്കായി ഇടുക്കി ജില്ലാതല റെസിഡൻഷ്യൽ തൊഴിൽ പരിശീലന കേന്ദ്രം ഐബിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. വേസ്റ്റ് മാലിന്യ ശേഖരണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത അപൂർവ പുത്രന്മാരെന്ന സിനിമ ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്നടങ്കം അവഹേളിക്കുന്നതാണെന്ന് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം സെക്രട്ടറി അജിൻഡോ കൊമ്പനാത്തോട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തൊടുപുഴ താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ സമ്മേളനം നടത്തി. യൂണിയൻ പ്രസിഡന്റ് കെ കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ദേശസാൽക്കരണത്തെ പിന്നോട്ടടിക്കുന്ന നയങ്ങൾ തിരുത്തണമെന്ന് മുൻ എം പി ജോയ്സ് ജോർജ് അഭിപ്രായപ്പെട്ടു. വാർത്തകൾ വിശദമായി. വനിതകൾക്കായി ഇടുക്കി ജില്ലാതല റെസിഡൻഷ്യൽ തൊഴിൽ പരിശീലന കേന്ദ്രം ഐബിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ വി വിഘ്നേഷ് IAS ധാരണാപത്രം കൈമാറി. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്ത സംരംഭമായ ജില്ലാതല തൊഴിൽ പരിശീലന കേന്ദ്രം ഐബിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. അഭിമാനകരമായ പദ്ധതിയാണ് ഐബിറ്റ് തൊഴിൽ പരിശീലന കേന്ദ്രമെന്ന് MP പറഞ്ഞു. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നത് വഴി പുതിയ ഉപജീവന മാർഗങ്ങൾ ലഭ്യമാകും. ഇത് പ്രയോജനപ്പെടുത്തണം. ചെറിയ സംരംഭങ്ങൾക്ക് പോലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ ലഭിക്കുകയും അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ നേട്ടം കൈവരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപാട് തൊഴിൽ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ സഹോദരിമാർ, അമ്മമാർ നടത്തുന്ന അവരുടെ കഴിവുകളെ പലതരത്തിൽ പ്രയോജനപ്പെടുത്തുന്നു. ഏറ്റവും ചെറിയതാണ് എന്ന് നമ്മൾ തോന്നുന്ന പലവിധ കാര്യങ്ങളും അതിന് അന്താരാഷ്ട്ര വിപണിയിലും അന്താരാഷ്ട്ര തലങ്ങളിലെല്ലാം വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ചും കരകൗശല ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ സ്ത്രീകൾ ഇന്ന് വിവിധ തലങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ പോലും പല തൊഴിൽ സംരംഭങ്ങളും ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിലേക്കൊക്കെ ധാരാളം ആളുകളെ പരിശീലിപ്പിക്കാൻ നമുക്ക് ഈ ഒരു പദ്ധതി കൊണ്ട് കഴിയും. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർണാങ്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം സംഭാവന നൽകിയ ആന്റണി പാറത്തോടിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർണാങ്കുന്നിൽ ആദരിച്ചു. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ധാരണാപത്രം കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഷൈജാമോൾ പി കോയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AB തോമസ് പദ്ധതി വിശദീകരണം നടത്തി. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KG സത്യൻ, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്, മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻസി ജോയി, ഇടുക്കി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ G ഷിബു, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വേസ്റ്റ് മാലിന്യ ശേഖരണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിൽ നിന്നും പൊതുജനങ്ങൾ വാർഡ് കൗൺസിലറെ അറിയിക്കുന്നതനുസരിച്ച് വേസ്റ്റ് ശേഖരണം എല്ലാ വാർഡുകളിൽ നിന്നും നടത്തുന്നതാണെന്ന് ചെയർമാൻ അറിയിച്ചു. ഉദ്ഘാടന യോഗത്തിൽ ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ MA കരീം ആശംസ നേർന്നു. വീടുകളിൽ നിന്നും ആക്രി കച്ചവടക്കാർ വാങ്ങുന്ന കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ പൊളിച്ച് വില കിട്ടുന്നവ മാത്രം എടുക്കുകയും ബാക്കിയുള്ളവ കടയുടെ പരിസരത്ത് കൂട്ടിയിട്ട് അതിൽ നിന്നും വിഷമയമായ ലെഡ്, കാഡ്മിയം മുതലായ വസ്തുക്കൾ മണ്ണിനെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നതിന് കാരണമാകുന്നു. ഇത് ഒഴിവാക്കുന്നതിനായി പണം നൽകി വീടുകളിൽ നിന്നും ഇത്തരം വസ്തുക്കൾ ഹരിതകർമ്മസേന നേരിട്ട് സ്വീകരിക്കുകയും ഇത് സർക്കാർ നിർദ്ദേശപ്രകാരം ക്ലീൻ കേരള കമ്പനി മുഖേന കമ്പനികൾക്ക് കൈമാറി നമ്മുടെ മണ്ണും ജലാശയങ്ങളും പ്രകൃതിയും കൂടുതൽ മലിനമാക്കപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് വേസ്റ്റ് മാലിന്യ ശേഖരണത്തിന്റെ ലക്ഷ്യം. വേസ്റ്റ് മാലിന്യ ശേഖരണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം മുതലക്കോടത്ത് വെച്ച് നഗരസഭാ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു. സംസ്ഥാനത്തൊട്ടാകെ ഗവൺമെന്റ് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി നമ്മൾ വേസ്റ്റ് കൂടി കളക്ട് ചെയ്യുന്നതിന് ഒരു സംവിധാനം ആണ് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, ഓരോ വീടുകളിലും നമുക്ക് ഉപയോഗശൂന്യമായി വരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതുപോലെയുള്ള ഐറ്റംസൊക്കെ അത് നമുക്ക് പല സ്ഥലങ്ങളിലും ഉപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. മാത്രവുമല്ല, ഇത് എടുക്കുന്ന ആക്രിക്കടക്കാർ പോലും അതും സ്വീകരിക്കുന്നതിൽ
പലപ്പോഴും താല്പര്യം കാണിക്കുന്നില്ല. അതിലെയൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രമാണ് അവർ സ്വീകരിക്കുന്നത്. ഉപയോഗശൂന്യമായി വരുന്ന മറ്റു പദാർത്ഥങ്ങൾ സ്വീകരിക്കാതെ എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പല വീടുകളിലും അത് ഒരു ഭാരമായി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ വേസ്റ്റുകൾ മുഴുവൻ കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. തീർച്ചയായും പരിപൂർണമായും നഗരസഭയിലെ മാലിന്യം മുക്തമാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതിയുമായി മുൻപോട്ട് പോകുന്നത്. ഇനി ഒരു വേസ്റ്റും നഗരസഭയിൽ ഉണ്ടാവരുത്, ഒരിടത്തും വലിച്ചെറിയപ്പെടരുത്. പരിപൂർണമായും ഏറ്റവും മനോഹരവും ശുചിത്വവുമായ ഒരു നഗരസഭയായി മാറാൻ നമുക്ക് കഴിയണം. പരിപാടിക്ക് ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ MA കരീം ആശംസകൾ നേർന്നു. നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതസേന അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിൽ നിന്നും പൊതുജനങ്ങൾ വാർഡ് കൗൺസിലറെ അറിയിക്കുന്നതിനനുസരിച്ച് ഈ വേസ്റ്റ് ശേഖരണം എല്ലാ വാർഡുകളിൽ നിന്നും നടത്തുന്നതാണെന്ന് ചെയർമാൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത അപൂർവ പുത്രന്മാർ എന്ന സിനിമ ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്നടങ്കം അവഹേളിക്കുന്നതാണെന്ന് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം സെക്രട്ടറി അജിൻഡോ കൊമ്പനാത്തോട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വിശ്വാസികളുടെ വൈകാരികപരമായ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു കലാസൃഷ്ടികളും ഉണ്ടാകാൻ പാടില്ലെന്നും അതിന് സെൻസർ പോലുള്ള സംവിധാനങ്ങൾ അംഗീകാരം കൊടുക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രജിത് ആർലാൽ, ശ്രീജിത്ത് എന്നിവരുടെ സംവിധാനത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും നായകന്മാരായി കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ അപൂർവ പുത്രന്മാർ എന്ന ചിത്രത്തിലൂടെ ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്നടങ്കം അവഹേളിക്കുകയും വിശുദ്ധന്മാരെയും മറ്റ് സഭാഗുരുക്കളെയും കളിയാക്കുകയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് കാണിക്കുകയും ചെയ്യുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം സെക്രട്ടറി അജിൻഡോ കൊമ്പനാത്തോട്ടത്തിൽ. കച്ചവട സ്ഥലം മാത്രമാണെന്ന രീതിയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്നടങ്കം അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ് ഈ ചിത്രം. ഈ സിനിമ വളരെ ദൗർഭാഗ്യകരം പറഞ്ഞിട്ട് എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനിറ്റി അതായത് ക്രിസ്തീയ സമൂഹത്തെ അപ്പാടെ അവഹേളിക്കുന്ന രീതിയിലാണ് ഈ ചിത്രം ചിത്രീകരിച്ചു വെച്ചിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മതത്തിനെതിരെ ഇത്തരത്തിലുള്ള അവഹേളനം വിമർശനങ്ങൾ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ വിമർശനമല്ല, തീർച്ചയായിട്ടും ഒരു അവഹേളനം എന്നുള്ള രീതിയിലാണ് ഈ സിനിമയിൽ പല കാര്യങ്ങളും ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതില് ഈശോയുടെ ഉയർപ്പ് പോലും, മൂന്നാം നാൾ ഈശോ ഉയർത്തു എന്ന് പറയുന്ന ആ ഉയർപ്പ് പോലും ഒരു അവഹേളന രീതിയിൽ അവർ കാണിച്ചത്. അതുപോലെ ക്രിസ്തീയ സഭയുടെ മുഴുവൻ വിശുദ്ധന്മാരെയും അതുപോലെ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം തന്നെ ഒരു കച്ചവട സ്ഥലം മാത്രമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സിനിമയിൽ ഇവർ ചർച്ച ചെയ്തേക്കുന്നത്, ഇവർ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ പൊതുസമൂഹത്തിലും അതുപോലെ മതവിശ്വാസികളുടെ ഇടയിലും ഉണ്ടാകുന്ന ഒരു വികാരം എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങി, ആ സിനിമയിൽ സെൻസർ ചെയ്ത സിനിമ തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. വിശുദ്ധരായിട്ടുള്ള ആൾക്കാരുടെ വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് ആളുകൾക്ക് കാണാനുള്ള ഒരു സൗകര്യമൊക്കെ ഒരുക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ വെറും കച്ചവടത്തിന് വേണ്ടി മാത്രമാണെന്നും അതിനൊന്നും ഒരു കാര്യമില്ലെന്നും ഒക്കെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ കഥകൾ മുൻപോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ക്രൈസ്തവ പുരോഹിതന്മാർ മതവിശ്വാസികളുടെ വൈകാരികപരമായ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു കലാസൃഷ്ടികളും ഉണ്ടാകാൻ പാടില്ലെന്നും അതിന് സെൻസർ പോലുള്ള സംവിധാനങ്ങൾ അംഗീകാരം കൊടുക്കാൻ പാടില്ലെന്നും അജിൻഡോ കൊമ്പനാത്തോട്ടത്തിൽ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ സമ്മേളനം നടത്തി. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് R ജയൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൊടുപുഴ താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ MSSS മേഖലാ സമ്മേളനം തൊടുപുഴ ടൗൺ NSS കരയോഗ ഹാളിൽ ചേർന്നു. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ സ്വയം സഹായ സംഘങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചും സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. അവർക്ക് വേണ്ട പുരോഗതിക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ആചാര്യന്റെ കാലഘട്ടത്തിൽ നടന്നിരുന്നു. ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ന് നായർ സർവീസ് സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇതൊരു സാമ്പത്തിക കാര്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ സ്വാശ്രയ സംഘങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ ഒത്തുചേരുമ്പോൾ അവർ തമ്മിൽ പരസ്പരം സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയും അവരുടെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കുകയും അതുപോലെ ആഴ്ചകളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ അവർ മാറി മാറി പ്രസംഗിക്കുകയും അധ്യക്ഷത വഹിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന അവരുടെ വ്യക്തിത്വ വികാസത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ സ്ത്രീ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നുള്ളത് പൊളിച്ച് എഴുതിക്കൊണ്ട് സ്ത്രീ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വനിതകളായി മാറുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാന്തിയും സമാധാനമുള്ള കുടുംബങ്ങൾ വളരെ കുറഞ്ഞു വരികയാണ്. വളരെയേറെ സംഘർഷങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ സംഘർഷം കുടുംബാംഗങ്ങളിലെല്ലാം വന്നു ചേരുന്നുണ്ട്. അപ്പം ആ സംഘർഷങ്ങളെ ലഘൂകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിനോദ ഉപാധികളായിട്ടുള്ള ടെലിവിഷൻ പരിപാടികൾ പോലും നമ്മുടെ മനസ്സിനെ അത്രമാത്രം മലീവസപ്പെടുത്തുന്ന പ്രോഗ്രാമുകളായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. ഇതിലൊക്കെയുള്ള ഒരു കോമഡി എന്ന് പറയുന്നത് സ്ത്രീകൾ ഒരുമിച്ച് കൂടുകയും അവർ തമ്മിലുള്ള ആ ആശയവിനിമയത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാനും അവരുടെ മാനസിക വ്യഥകളെ ഇറക്കി വയ്ക്കാനുള്ള ഒരു അത്താണി കൂടിയായിട്ട് നമ്മൾ ഈ സ്വാശ്രയ സംഘങ്ങളെ കാണുന്നു. കരയോഗം പ്രസിഡന്റ് ആർ ജയൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി എസ്.എൻ. ശ്രീകാന്ത്, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ കെ.എസ്. വിജയൻ, ടി.ജി. ബിജു, വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ്, കരയോഗം സെക്രട്ടറി ടി.കെ. സുധാകരൻ എന്നിവർ ആശംസകൾ നേർന്നു. എം.എസ്.എസ്. കോർഡിനേറ്റർ കെ.പി. ചന്ദ്രഹാസൻ സ്വാഗതവും വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസീത സോമൻ നന്ദിയും രേഖപ്പെടുത്തി. മേഖലയിൽ ഉൾപ്പെട്ട കരയോഗങ്ങളിലെ കരയോഗ വനിതാ സമാജം പ്രസിഡന്റ്, സെക്രട്ടറി, സ്വയം സഹായ സംഘം ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബാങ്ക് ദേശസാൽക്കരണത്തെ പിന്നോട്ടടിക്കുന്ന നയങ്ങൾ തിരുത്തണമെന്ന് മുൻ എം.പി. ജോയ്സ് ജോർജ് അഭിപ്രായപ്പെട്ടു. തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശസാൽക്കരണത്തിന്റെ നേട്ടങ്ങളെ ആകെ പിന്നോട്ടടിക്കുന്ന നയങ്ങളാണ് രാജ്യത്ത് ബാങ്കിംഗ് മേഖലയിൽ നടപ്പിലാക്കുന്നതെന്ന് ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ 56 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ബെഫി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ എം.പി. ജോയ്സ് ജോർജ് അഭിപ്രായപ്പെട്ടു. നമ്മളിപ്പോൾ പറഞ്ഞത് ഈ സ്ഥാപനങ്ങൾ പതുക്കെ ഇങ്ങനെ പ്രൈവറ്റൈസ് ചെയ്തു പോകുന്ന LIC ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ സമരം അതിന് നമ്മൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ആ സമരങ്ങളോടുള്ള ആളുകളുടെ ഒരു സമീപനം അത് പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഭയങ്കര അസൗകര്യം ഉണ്ടാക്കുന്നതല്ല. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സമരം ഉണ്ടായി. ഞാനിപ്പോൾ ഈ ഡിജിറ്റൽ മിനിമലിസം എന്ന് പറയുന്ന ഡാൻ ബുക്ക് ഒരു പുസ്തകമുണ്ട്, അത് ഈ അടുത്ത കാലത്ത് വായിച്ചതിന്. തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ബാങ്ക് ദേശസാൽക്കരണ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിൽ ജില്ലാ പ്രസിഡന്റ് ടി.ജി. അനൂപ് അധ്യക്ഷത വഹിച്ചു. ദേശസാൽക്കരണത്തിന്റെ 56 വർഷങ്ങൾ പിന്നിടുന്ന ഇന്ത്യൻ ബാങ്കിംഗ് മേഖല എന്ന വിഷയത്തിൽ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് എൻ. സനിൽ ബാബു വിഷയാവതരണം നടത്തി. BEFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ വി. മുരുകലക്ഷ്മി, ദിവേഷ് പി. ജോയ്, സംസ്ഥാന കമ്മിറ്റി അംഗം സിജോ എസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി CR രാജേഷ് സ്വാഗതവും വനിതാ സബ് കമ്മിറ്റി കൺവീനർ M. ആശ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലയുടെ കാർഷിക പ്രാധാന്യം മനസ്സിലാക്കി ഹൈറേഞ്ചിൽ കാർഷിക സർവകലാശാല സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് NSS യോഗത്തിൽ ഭാരവാഹികൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചെയർമാൻ KS അനിൽകുമാർ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയുടെ കാർഷിക പ്രാധാന്യം മനസ്സിലാക്കി ഹൈറേഞ്ചിൽ കാർഷിക സർവകലാശാല സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് NSS യോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പട്ടം കോളനി NSS കരയോഗം ഓഡിറ്റോറിയത്തിൽ നടന്ന ഹൈറേഞ്ച് NSS യൂണിയന്റെ 54ാമത് വാർഷിക പൊതുയോഗമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഇടുക്കിയിലെ കാർഷിക ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും വന്യജീവികൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി മനുഷ്യരുടെ ജീവന് ഭീഷണിയാകുന്നതും കൃഷിഭൂമിക്ക് നൽകുന്ന പട്ടയങ്ങളിൽ യുക്തിരഹിതമായ സമീപനം സ്വീകരിക്കുന്നതും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നുവെന്നും അടിയന്തര പ്രാധാന്യത്തോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ചെയർമാൻ KS അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. കണ്ടകശടി കൊണ്ടേരുന്നു എന്ന് പറയുന്നത് പോലെ ഹൈറേഞ്ച് NSS യൂണിയന്റെ ഒരു കഷ്ടകാല സമയമായിരുന്നു കഴിഞ്ഞ ഒരു 2015 മുതലുള്ള കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷമാണ് ഇവിടെ ഒരു രാവണന്റെ തേരോട്ടം ഇവിടെ ഉണ്ടായത് എന്നുള്ളത് സംഘടനാ പ്രവർത്തനത്തെ അടുത്തുനിന്ന് മനസ്സിലാക്കിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അതുവരെ ഇവിടെ തെറ്റായ പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യുവാനുള്ള ശക്തികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ശക്തികളെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംഘടനാ പ്രവർത്തനം നമ്മൾ കണ്ടു. പണം മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് വർഷങ്ങളോളം സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന തഴക്കവും എളുപ്പവുമുള്ള ആളുകളെ മുഴുവൻ തന്റെ സ്വാർത്ഥതയ്ക്ക് കൂട്ടുനിൽക്കില്ല എന്നുള്ള കാരണത്താൽ ആക്ഷേപിച്ചിറക്കിവിട്ട നിരവധി സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു. സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വലിയ പാപമായി, ഒരു ബാധ്യതയായി
മാറുന്ന ഒരു സാഹചര്യത്തിൽ സംഘടനാ പ്രവർത്തനം പരിപൂർണമായും അവസാനിപ്പിച്ച് മാറി നിന്ന നിരവധി പ്രവർത്തകർ ഇന്നും നമ്മളുടെ ഇടയിലുണ്ട്. അവർക്കെല്ലാം ഒരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ടാണ് സശാൽ മന്നത്താചാര്യന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ആദരണീയ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ സർ ഹൈറേഞ്ചിലെ ജനങ്ങളുടെ യാതന മാറ്റുന്നതിന് വേണ്ടി, അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി തുടർന്നും അവരെ സംഘടനാ പ്രവർത്തനത്തിൽ നിർത്തിക്കൊണ്ട് ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം, സാമുദായിക പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനമൊക്കെ കാര്യക്ഷമമാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ രാവണനെ ഇവിടുന്ന് ഇറക്കിവിട്ടത്. സെക്രട്ടറി പി ടി അജയൻ നായർ, ഭരണസമിതി അംഗങ്ങളായ പി സി സന്തോഷ് കുമാർ, കെ എസ് ഭാസിപ്പിള്ള, കെ വി അജയകുമാർ, ഹരി എസ് നായർ, കെ എൻ സുകുമാരൻ നായർ, കെ കെ ഗോപകുമാർ, കെ ശശികുമാർ, പി ബി പ്രഭാകരൻ നായർ, ഉത്തമൻ നായർ, പി ജി പ്രസാദ്, കൃഷ്ണമ്മ അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. സ്കൂളിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാതെ ബില്ല് മാറിയതായി ആരോപണം. നെടുങ്കണ്ടം ചോറ്റുപാറ ഗവൺമെന്റ് ഹൈസ്കൂളിനായുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ഓപ്പൺ ഓഡിറ്റോറിയം, വിവിധ ടോയ്ലറ്റുകൾ എന്നിവയുടെ നിർമ്മാണമാണ് മുടങ്ങിയിരിക്കുന്നത്. ഓരോ വർഷവും സ്കൂളുകൾക്കായി പദ്ധതികൾ അനുവദിക്കുന്നുണ്ടെങ്കിലും പലതും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ചോറ്റുപാറ സ്കൂളിൽ 3 പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത്. 2021-22 കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് ഇതുവരെയും പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല. ടോയ്ലറ്റിന്റെ സെപ്റ്റിക് ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്ന കുഴി മൂടിയിട്ടില്ല. വാട്ടർ ടാങ്കും സ്ഥാപിക്കാതെ വെള്ളം മഴവെള്ള സംഭരണിയിൽ നിന്ന് നേരിട്ടാണ് ടോയ്ലറ്റിലേക്ക് എടുത്തിരിക്കുന്നത്. പ്ലംബിംഗ് ജോലികൾ കൃത്യമായി ചെയ്യാത്തതിനാൽ വെള്ളം പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ പദ്ധതിയുടെ നിർമ്മാണത്തിന് അനുവദിച്ച മുഴുവൻ തുകയും മാറിയെടുത്തതായാണ് ആരോപണം. സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ തൂണുകൾ കോൺക്രീറ്റ് ചെയ്ത് കൃത്യമായി ഉറപ്പിച്ചിട്ടില്ല. മേൽക്കൂരയിൽ നിന്നും വീഴുന്ന മഴവെള്ളം വരാന്തയിലേക്ക് വീഴാതെ ഒഴുകിപ്പോകുന്നതിന് പാത്തിയും സ്ഥാപിച്ചിട്ടില്ല. ക്ലാസ് വരാന്തകളിൽ ടൈൽ ഇടുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടില്ല. ഇതോടൊപ്പം SSKയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തി മറ്റൊരു ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും അതും പാതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഗവൺമെന്റ് ഹൈസ്കൂൾ ചോറ്റുപാറയ്ക്ക് അനുവദിച്ചിട്ടുള്ള വിവിധ ഫണ്ടുകൾ, വിവിധ പദ്ധതികൾ അത് പകുതി പണി പൂർത്തീകരിക്കാതെ പകുതി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയിട്ടുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. നമുക്കൊരു ഓപ്പൺ സ്റ്റേജ് അനുവദിച്ചിട്ട് 4 വർഷത്തോളമായി അതിന്റെ സാധന സാമഗ്രികൾ അവിടെ ഇറക്കി വെച്ചു. എന്നിട്ട് കഴിഞ്ഞ വർഷം പെട്ടെന്ന് വന്ന് അതിന്റെ കുറച്ച് പണികൾ തീർത്തു. ഇപ്പൊ അതിന്റെ തൂണുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യാതെ, അതിന്റെ സൈഡിൽ ടൈലിടാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാതെ, അതുപോലെ ഷീറ്റിന് പാത്തിയൊന്നും വെക്കാതെ മഴക്കാലത്ത് വലിയ വെള്ളം കുത്തിയൊലിച്ച് സ്കൂളിന്റെ ഗ്രൗണ്ടൊക്കെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ പണികൾ പൂർത്തീകരിക്കാൻ നമ്മൾ അതിന്റെ കോൺട്രാക്ടറെ വിളിച്ചാൽ പലപ്പോഴും അവർ നമ്മളെ ബന്ധപ്പെടുന്നില്ല. അതുപോലെ തന്നെ അത് നമുക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറുടെ ഫണ്ടിൽ അനുവദിച്ച് മറ്റൊരു ജില്ലാ പഞ്ചായത്തിന്റെ മകനാണ് ഇതിന്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് വളരെ മോശമായിട്ടാണ് പലപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. അത് പണിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വരെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ ഒരു 10 ലക്ഷം രൂപ വരുന്ന ടോയ്ലറ്റ് പണിതിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ അതിന്റെ ടാങ്കുകൾ മൂടാനോ അതിലേക്കുള്ള വാട്ടർ കണക്ഷൻ കൊടുക്കാനോ അതിന്റെ മറ്റു പണികൾ പൂർത്തീകരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിന്റെ 10 ലക്ഷം രൂപ ഫണ്ട് മാറിപ്പോയിട്ടുണ്ടെന്ന് അറിയുന്നു. അതുപോലെ പുതിയ പുതിയ ഫണ്ടുകൾ, അതായത് പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് സ്കൂളുകൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ കോൺട്രാക്ടർമാർ പാർട്ടിക്കാരുടെയും മറ്റു ആളുകളുടെയും ബിനാമികളായിട്ടുള്ള ആളുകൾ വന്ന് കോൺട്രാക്ട് എടുക്കുകയും സ്കൂൾ പോലും അറിയാതെ പണി പൂർത്തീകരിക്കുകയും ഫണ്ട് മാറിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതേസമയം നിർമ്മാണം സംബന്ധിച്ച് വിവരങ്ങൾ തിരക്കാൻ കരാറുകാരെ ബന്ധപ്പെട്ടാൽ കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ബജറ്റ് ഫ്രണ്ട്ലി സ്വർണ്ണാഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും വെഡ്ഡിംഗ് സെറ്റുകളുടെയും കമനീയ ശേഖരം ഒരുക്കിക്കൊണ്ട് പെരുമ്പള്ളിയിൽ ഫാഷൻ ജ്വല്ലേഴ്സ് തൊടുപുഴ മങ്ങാട്ടുകവല MP's ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. അനുദിനം മാറുന്ന സ്വർണ്ണ വിപണിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്വർണ്ണാഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ വെഡ്ഡിംഗ് സെറ്റുകളുടെയും കമനീയ ശേഖരവുമായി പെരുമ്പള്ളിയിൽ ഫാഷൻ ജ്വല്ലേഴ്സ് തൊടുപുഴ മങ്ങാട്ടുകവല MP's ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. ആഭരണ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പെരുമ്പള്ളിൽ ഗ്രൂപ്പിന്റെ പരിചയസമ്പത്ത് ഉപഭോക്താവിന്റെ അഭിരുചിക്കും താൽപ്പര്യങ്ങൾക്കും അനുസൃതമായി സ്വർണ്ണാഭരണങ്ങൾ രൂപകൽപ്പന ചെയ്ത് വാങ്ങുന്നതിന് അവസരമൊരുക്കുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് നിർവഹിച്ചു.
ഏത് തരം ആളുകൾക്കും പ്രാപ്യമായ അല്ലെങ്കിൽ സാധ്യമായ തരത്തിൽ ഉള്ള ആഭരണങ്ങളാണ് ഇവിടെ ലഭ്യമാകുന്നത്. കുറഞ്ഞ ചിലവിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ലഭ്യമാകുന്ന ഈ സ്ഥാപനം തീർച്ചയായും എല്ലാവർക്കും ഒരുപോലെ തന്നെ അത് പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല വളരെയേറെ സെലക്ഷൻസ്, നിരവധിയായ സെലക്ഷൻസാണ് ഇവിടെ അറിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും നല്ല ഒരു ഉയർച്ചയ്ക്കുമൊക്കെ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നീ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ ആദ്യ വിൽപ്പന നടത്തി. മുനിസിപ്പൽ കൗൺസിലർമാരായ സബീന ബിഞ്ചു, MA കരീം, ശ്രീലക്ഷ്മി സുദീപ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK നവാസ്, മുൻ പ്രസിഡന്റ് അജി പുരുഷോത്തമൻ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പുത്തൻ ശ്രേണിയുമായിട്ട് പെരുപ്പള്ളി ജ്വല്ലേഴ്സിനോട് കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. അദ്ദേഹം ധാരാളം ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ഒരാളാണ്. റീറ്റെയിലും കൂടെ തുടങ്ങുകയാണ്. ധാരാളം ആളുകൾക്ക് പ്രയോജനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരുടെയും സഹായവും സഹകരണവും അദ്ദേഹത്തോടൊപ്പം ആത്മാർത്ഥമായി ഉണ്ടാവണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റവും നല്ല അനുഗ്രഹം അദ്ദേഹത്തിന് സർവേശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പെരുമ്പള്ളി ജ്വല്ലറിക്കും അശ്രമിക്കാർക്കും കുടുംബത്തിനും എല്ലാവിധ വിജയങ്ങളും നന്മകളും ആശംസിക്കുന്നു. ഈ സ്ഥാപനം എന്നും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് ഈ മങ്ങാട്ടുകര MP സ്ഥാനം തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സ്ഥാപനം തൊടുപുഴയിലും മറ്റു പ്രദേശങ്ങളിലുമെല്ലാമായിട്ട് അനേകമായിരം സ്ഥാപനങ്ങളായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് ഗോൾഡ് കോയിൻ, ഗോൾഡ് റിംഗ്, ഗോൾഡ് ലോക്കറ്റ് എന്നിവ സമ്മാനമായി നൽകി. സെക്രട്ടറിയുടെയും എല്ലാം സാന്നിധ്യത്തിൽ നിങ്ങളുടെ തമ്മിൽ വെച്ച് തന്നെ സ്വർണ്ണ മോതിരം ചടങ്ങിൽ സന്നിഹിതരായവർക്ക് മാനേജ്മെന്റ് നന്ദി അറിയിക്കുകയും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ സഹകരണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർക്കെല്ലാവർക്കും എന്നിൽ നിന്നും അതോടുകൂടെ ഒരു സഹകരണം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വെഡ്ഡിംഗ് പർച്ചേസിന് പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സ്വകാര്യ വ്യക്തി PWD റോഡിന്റെ അതിര് മതിൽ കെട്ടിയടിച്ചത് മൂലം ഇടവെട്ടി തെക്കുംഭാഗം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ബിൻസി മാർട്ടിനെ വിവരമറിയിക്കുകയും അടിയന്തരമായി തന്നെ പ്രശ്നപരിഹാരത്തിന് PWD ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയും ചെയ്തു.
സ്വകാര്യ വ്യക്തി PWD റോഡിന്റെ അതിര് മതിൽ കെട്ടി അടച്ചത് മൂലം ഇടവെട്ടി തെക്കംഭാഗം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ റോഡിലിറങ്ങി പ്രതിഷേധിച്ചു. 3 മാസമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിനെ വിവരം അറിയിക്കുകയായിരുന്നു. അത് ഈയിടെ PWD കെട്ടിന് മുകളിൽ അവർ കട്ട വെച്ച് കെട്ടി വെള്ളം തടസ്സപ്പെടുത്തി. അപ്പോൾ ഇവിടെ ഒരു 2 അടി വെള്ളം പൊങ്ങി. 2 അടി വെള്ളം എന്ന് പറഞ്ഞാൽ 2 അടി വെള്ളം 8 മീറ്റർ വീതിക്ക് പൊങ്ങിയേച്ച് ഒരു 30 മീറ്റർ നീളത്തിലും പൊങ്ങി. യാത്രക്കാർക്കും ആൾക്കാർക്കും എല്ലാവർക്കും പോകാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾ, ആശുപത്രി പോകുന്നവർ, പ്രായമായവർ, കടയിൽ പോകുന്നവർ, തെക്കുംഭാഗം സൈഡിലേക്ക് 2 ആരാധനാലയങ്ങൾ, 2 ബാങ്കുകൾ, സ്കൂളുകൾ, ഗവൺമെൻറ്റിൻ്റെ 3 സ്ഥാപനങ്ങളുണ്ട്. കൃഷി ഓഫീസ്, മൃഗാശുപത്രി, ഹോമിയോ ഹോസ്പിറ്റൽ. ഇത്രയും ഹോസ്പിറ്റലിലേക്ക് ഈ വഴി ആണ് ഏക ആശ്രയം. പരാതി കൊടുത്ത് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞ് PWD വിളിച്ച് പറഞ്ഞായിരുന്നു. വിളിച്ച് പറഞ്ഞ് രേഖാമൂലം കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും രേഖാമൂലം അല്ലാണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവരും കൂടെ. അത് കഴിഞ്ഞ് പ്രസിഡന്റിനോട് വിളിച്ച് പറഞ്ഞ് പ്രസിഡന്റ് നിരന്തരമായിട്ട് വിളിച്ച് പറഞ്ഞ് ഇപ്പം 3-4 ദിവസമായി. ഇന്നിപ്പോൾ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പം കാര്യങ്ങളിലൂടെ ഇത്രയും തീരുമാനമായിരിക്കുന്നത്. അതെ, നേട് കാൽനട യാത്രക്കാർക്കാണ് ഏറ്റവും പ്രശ്നം. കാരണം സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾ തുറക്കുന്നതിനും കുഴപ്പമില്ലായിരുന്നു. ഈ ജൂൺ തൊട്ട് സ്കൂൾ തുറന്നു, എല്ലാ കുട്ടികളും ഈ വഴി നടന്നു പോകുന്നു. സോക്സ് ഇട്ട് യൂണിഫോം ഇട്ട് ഷൂ എല്ലാം ഇടേണ്ട ആവശ്യമുണ്ട്. അതെല്ലാം നനഞ്ഞ് കുതിർന്നാണ് എല്ലാവരും പോകുന്നത്. അത് എൻ്റെ വീട്ടിൽ കയറിയാണ് എല്ലാവരും കാലൊക്കെ കഴിയാണ് പോകുന്നത്. ഇവിടെ അത് പോയപ്പോൾ സാധനം മേടിച്ചു വന്നപ്പോൾ ഇത് ഇവിടെ വീണു. 3-ാം ദിവസം എൻ്റെ ചെരുപ്പ് വീണു. 2 പ്രാവശ്യം ഇവിടെ വീണു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്ത് ഒരു ഓട്ടോറിക്ഷ കിട്ടുന്ന അവിടെ അപ്പുറേ ഒരു ഓട്ടോറിക്ഷ, ഇവിടെ ഒരു ഓട്ടോറിക്ഷ, കടന്നു നടക്കാൻ പറ്റില്ല. വിദ്യാർത്ഥികളും കാൽനട യാത്രികരും ഇരുചക്ര വാഹന യാത്രികരും അടക്കം 100-ലധികം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഇവിടെ റോഡിന്റെ ദയനീയാവസ്ഥ ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. അപരിചിതരായ ഇരുചക്ര വാഹന യാത്രികർ വെള്ളക്കെട്ടിൽ വീണ് അപകടമുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ബിൻസി മാർട്ടിനെ വിവരം അറിയിക്കുകയും അടിയന്തരമായി തന്നെ പ്രശ്നപരിഹാരത്തിന് PWD ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുകയുമായിരുന്നു. 3 മാസമായി നമ്മുടെ ഇടവെട്ടി തെക്കമ്പാകം വഴി ഇതുപോലെ വെള്ളക്കെട്ടുമായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് ആൾക്കാർ അന്ന് വിളിച്ചു പറഞ്ഞാലും അന്ന് ഇത്ര മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്ര ഒരു ദുരിതമായ സാഹചര്യം അന്നും ഇല്ലായിരുന്നു. മിനിഞ്ഞാന്ന് രാവിലെയാണ് ഇവിടെയുള്ള ആൾക്കാർ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ ഈ കാര്യം ധരിപ്പിച്ചത്. അന്ന് ഞാൻ ഇടുക്കിയിൽ ഒരു മീറ്റിങ്ങിന് പോയതിനാൽ എനിക്ക് അന്നിങ്ങോട്ട് എത്താൻ സാധിച്ചില്ല. എങ്കിലും ഞാൻ PWDനെ കൃത്യമായിട്ട് വിവരം അറിയിച്ച് ഇന്ന് അവർ രാവിലെ വരാമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ 10 ആയപ്പം തൊട്ട് ഇവിടുത്തെ ആൾക്കാരുടെ കൂടെ ഇവിടെ നിൽക്കുകയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിമണ്ണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ റാലി നടത്തി. ദീപിക ഇടുക്കി ബ്യൂറോ റിപ്പോർട്ടർ ജോയി കിഴക്കൽ ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ റാലിയിൽ നിരവധി പെൻഷൻകാർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കരിമണ്ണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹത്തിനെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മരുന്നുകൾ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. കരിമണ്ണൂർ പെൻഷൻ ഭവന് മുൻപിൽ നിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലി ദീപിക ഇടുക്കി ബ്യൂറോ റിപ്പോർട്ടർ ജോയി കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു. സമൂഹ മനസാക്ഷിയെ തട്ടി ഉണർത്തുന്നതിന് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനും യോഗത്തിൽ സ്വീകരിക്കുകയാണ്. പകരുന്ന യുവജനങ്ങളെയും പുതുതലമുറയും ലഹരിയുടെ ദോഷവശങ്ങൾ, അതിൻ്റെ വിപത്തുകൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരിച്ച് അവരെ വീണ്ടെടുക്കുവാൻ, അവരെ സമൂഹ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി സുരക്ഷിതരമായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ തിരിച്ചുകൊണ്ട് നാടിൻ്റെ അഭിമാനമായി, രാജ്യത്തിൻ്റെ അഭിമാനമായി, കുടുംബത്തിൻ്റെ അഭിമാനമായി പുതുതലമുറ മാറണം. അവര് ഈ മയക്കുമരുന്നിന് അടിമകളായി തീർന്ന് അവര് നശിക്കാൻ പാടില്ല. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആരംഭിച്ചിരിക്കുന്ന ഈ ക്യാമ്പയിന് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വിവിധ സംഘടനകള് സ്കൂളുകളിൽ അവരെ 7-ലും 8-ലും 9-ലും 10-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ ഈ രാസലഹരിയുടെ ഉപയോഗത്തിലേക്ക്, അതിന് നിലയില്ല കയത്തിലേക്ക് നിവേദിക്കുന്ന കാഴ്ചയാണ് കാണുക. KSSPU ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NA ജെയിംസ്, S രാജീവ്, KSSPU ഇളന്തേശം ബ്ലോക്ക് പ്രസിഡന്റ് KV ദേവസ്യ, യൂണിറ്റ് പ്രസിഡന്റ് ബിനോ KC, KSSPU ജില്ലാ കൗൺസിൽ അംഗം AS ഇന്ദിര, KSSPU ഇളന്തേശം ബ്ലോക്ക് കൗൺസിൽ അംഗം സജീവൻ PP, യൂണിറ്റ് സെക്രട്ടറി സുന KK,
യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TU ജോർജ്, യൂണിറ്റ് ട്രഷറർ ജോസഫ് കുരുവിള തുടങ്ങിയവർ പ്രസംഗിച്ചു. ജൂലൈ 30-നകം KSSPU അംഗങ്ങൾ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ഭവനങ്ങൾ സന്ദർശിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തും. റാലി കരിമണ്ണൂർ പെൻഷൻ ഭവനിൽ നിന്നും ആരംഭിച്ച് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പടിക്കലെത്തി തിരിച്ച് കരിമണ്ണൂർ കുരിശുപള്ളി കവലയിലെത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് റാലി പെൻഷൻ ഭവന് മുൻപിൽ സമാപിച്ചു. ബോധവൽക്കരണ റാലിയിൽ നിരവധി പെൻഷൻകാർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. മാലിന്യമുക്ത നവകേരള മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ഉടുമ്പന്നൂരിൽ തുടക്കമായി. മൂന്നാം ഘട്ട ക്യാമ്പയിന്റെ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഉടുമ്പന്നൂർ ന്യൂ സിറ്റിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിവിധ വാർഡുകളിലായി 16 പൊതു ഇടങ്ങൾ ശുചീകരിച്ചു. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ പൂർത്തീകരിക്കുവാൻ ലക്ഷ്യമിട്ട് നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ മാസത്തിലെയും മൂന്നാമത്തെ ശനിയാഴ്ചകളിൽ പൊതു ഇടങ്ങളും ഓഫീസുകളും ശുചീകരിക്കും. പൊതുസ്ഥലങ്ങളിൽ പേപ്പർ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനായി കൂടുതൽ സ്ഥലങ്ങളിൽ വേസ്റ്റ് ബിന്നുകളും ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതുൾപ്പെടെ ഉള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി കൂടുതൽ സ്ഥലങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ഊർജിതമാക്കും. മൂന്നാം ഘട്ട ക്യാമ്പയിന് ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഉടുമ്പന്നൂർ ന്യൂ സിറ്റിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് നിർവഹിച്ചു. നമ്മുടെ ഈ ക്യാമ്പയിനിന്റെ കാലിക പ്രാധാന്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കേണ്ടായി. നമ്മുടെ കേരളത്തിൽ വിവിധ ഘട്ടങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു മാലിന്യമുക്ത നവകേരളത്തിലേക്ക് നമ്മുടെ നാട് മാറിയത്. 2025 മാർച്ച് മാസം 31-ാം തീയതിയോടുകൂടി കേരള സംസ്ഥാനമാകെ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി നാം പ്രഖ്യാപിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ലോകത്തിലാകെ തന്നെ മാതൃകാ രൂപത്തിലേക്കുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തിട്ടുണ്ട്. വാർഡ് മെമ്പർ ശ്രീമോൾ ഷിജു അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TM സുബൈർ സ്വാഗതവും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജുമോൻ നന്ദിയും പറഞ്ഞു. വിവിധ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന രവീന്ദ്രൻ, ശാന്തമ്മ ജോയി, സുലേഷ സലീം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രമ്യ അജീഷ്, PS ജമാൽ, PS രഞ്ജിത്ത്, അൽഫോൺസ K. മാത്യു, KR ഗോപി, ജിൻസി സാജൻ, ബിന്ദു രവീന്ദ്രൻ, TV രാജീവ് തുടങ്ങിയവർ വാർഡ് തല ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. BMS നാഗാർജുന യൂണിറ്റ് കുടുംബസംഗമവും സേവാനിധി സമർപ്പണവും നടത്തി. ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK ബിജു ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MB പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. BMS സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് BMS നാഗാർജുന യൂണിറ്റ് കുടുംബസംഗമവും സേവാനിധി സമർപ്പണവും നടത്തി. ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK ബിജു ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ പ്രതിനിധിയായി അമേരിക്കയിലെ ചിക്കാഗോയിലെത്തിയ സ്വാമി വിവേകാനന്ദൻ അവിടെ മതസമ്മേളനത്തിൽ പങ്കെടുക്കാനല്ല പോയത്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ മനസ്സിലാക്കണം, ലോക മതസമ്മേളനമല്ലായിരുന്നു അവിടെ നടന്നത്. നമ്മളൊക്കെ വിചാരിക്കുന്നതും നമ്മളിപ്പോഴും പഠിക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും ലോക മതസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഹിന്ദു മതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ അവിടെ പോയി എന്നാണ്. പക്ഷെ അവിടെ നടന്നത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന്റെ 400-ാം വാർഷികം നടക്കുന്ന സമ്മേളനമാണ്. കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചതെന്നാണല്ലോ പറയുന്നത്. അപ്പൊ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന്റെ 400-ാം വാർഷികം നടക്കുന്ന സമ്മേളന നഗരിയാണ്. ആ സമ്മേളന നഗരിയിലെ ഒരു സെഷൻ മാത്രമായിരുന്നു മതസമ്മേളനം. അപ്പൊ നമ്മുടെ സംഘടനയുടെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളനത്തിൽ പല സെഷൻസ് വരും. അതിൽ ഒരു സെഷൻ മാത്രമായിരുന്നു മതസമ്മേളനം. അപ്പൊ അവിടെ ചെന്നെത്തിയ സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗത്തെ സംബന്ധിച്ച് പിന്നീട് ഭാരതത്തിലെ ജനങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഭാരതത്തിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്ക് തോന്നിയത് നമ്മൾ ഇത്ര വലിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ വിവേകാനന്ദന് മുമ്പുള്ള ഭാരതവും വിവേകാനന്ദന് ശേഷമുള്ള ഭാരതവും എന്ന് നമ്മൾ രണ്ടായി തിരിക്കേണ്ടിയിരിക്കും. യൂണിറ്റ് പ്രസിഡന്റ് MB പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. NGO സംഘ് സംസ്ഥാന സെക്രട്ടറി VK സാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് C. രാജേഷ്, ജില്ലാ സമിതി അംഗങ്ങളായ CM ശ്രീകുമാർ, സുകുമാർ S. മേനോൻ, യൂണിറ്റ് സെക്രട്ടറി വിനോജ് കുമാർ, ജൂബി CC എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വനിതകൾക്കായി ഇടുക്കി ജില്ലാതല റെസിഡൻഷ്യൽ തൊഴിൽ പരിശീലന കേന്ദ്രം ഐബിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. ഇ വേസ്റ്റ് മാലിന്യ ശേഖരണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത അപൂർവ പുത്രന്മാർ എന്ന സിനിമ ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്നടങ്കം അവഹേളിക്കുന്നതാണെന്ന് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം സെക്രട്ടറി അജിൻഡോ കൊമ്പനാത്തോട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തൊടുപുഴ താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ സമ്മേളനം നടത്തി. യൂണിയൻ പ്രസിഡന്റ് കെ കെ കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ദേശസാൽക്കരണത്തെ പിന്നോട്ടടിക്കുന്ന നയങ്ങൾ തിരുത്തണമെന്ന് മുൻ എം പി ജോയ്സ് ജോർജ് അഭിപ്രായപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.